കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ഒരിക്കലെങ്കിലും ഓർക്കാനും ആ ചരിത്രം ഒരിക്കൽ കൂടി കേൾക്കാനും ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. അത്തരത്തിലുള്ളൊരു ചരിത്ര നിമിഷങ്ങളാണ് ഇന്നത്തെ കേരള ഡെസ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ 8 വീട്ടിൽ പിള്ളമാരെ കൂടിയിരുത്തിയിരിക്കുന്ന സ്ഥലം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രവുമായി ഏറെ ബന്ധമുള്ള കഥയാണ് 8 വീട്ടിൽ പിള്ളമാരുടേത്. ഇവർ നായകന്മാരാണോ അതോ വില്ലന്മാരാണോ? എന്തായാലും ശരി, ചങ്ങനാശ്ശേരിയിലെ ഈ കുടീരം ഏറെ പ്രശസ്തമാണ്. കേരളത്തിൻ്റെ ഒരു കാലത്തെ സമര പരമ്പരയുമായി ബന്ധപ്പെട്ട 8 വീട്ടിൽ പിള്ളമാരുടെ ചരിത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള കേരള ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ചങ്ങനാശ്ശേരി പുഴവാത് വേട്ടടിക്കാവിൽ 8 ആത്മാക്കളെ കുടിയിരുത്തിയ ഒരു തറയുണ്ട്. ഒരിക്കൽ തിരുവിതാംകൂറിൽ നിറഞ്ഞു നിന്ന 8 പേർ രാജഹിതത്തിനെതിരായപ്പോൾ ജീവൻ നഷ്ടപ്പെട്ട പോരാളികളാണോ അതോ കലാപമുയർത്തിയ രാജ്യദ്രോഹികളോ? 8 വീട്ടിൽ പിള്ളമാരെന്ന ഈ 8 പേരെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചെടുക്കാം. ചിലപ്പോൾ രാജാവ് ധീരനെന്ന് വരുത്തി തീർക്കാൻ സൃഷ്ടിക്കപ്പെട്ട 8 വില്ലൻ കഥാപാത്രങ്ങൾ മാത്രമാവാം ഇവർ. CV രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികയിലൂടെയാണ് 8 വീട്ടിൽ പിള്ളമാരെ മലയാളികൾക്ക് പരിചയം. തിരുവിതാംകൂറിൽ കൽപ്പിച്ചു കിട്ടിയ അവകാശങ്ങളുണ്ടായിരുന്ന 8 നാട്ടുപ്രമാണിമാർ. രാജസ്ഥാനവുമായി അടുപ്പമുണ്ടായിരുന്നവർ പിന്നീട് വില്ലന്മാരായി മാറിയെന്ന് CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിൽ പറയുന്നു. ഏതു കഥയിലും സ്വാഭാവികമായി ഉണ്ടാവാറുള്ള വില്ലന്മാരുടെ പരിവേഷം തന്നെയായിരുന്നു 8 പിള്ളമാർക്കും ചാർത്തി കിട്ടിയത്. രാജാവിനോട് എതിർത്ത പിള്ളമാർ വധിക്കപ്പെട്ടുവെന്നും അവരുടെയൊക്കെ കുടുംബം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാകെ കുളം തോണ്ടിയെന്നും ചരിത്രത്തിന് വകഭേദങ്ങളുണ്ടായി. ഉഗ്രമൂർത്തികളുടെയും ആസുര ദൈവങ്ങളുടെയും സേവയുണ്ടായിരുന്ന 8 പിള്ളമാരുടെയും ആത്മാക്കൾ ശക്തിയോടെ അലഞ്ഞു നടന്നുവെന്ന പിന്നീട് കഥകളുമുണ്ടായി. രാജകുടുംബാംഗങ്ങളുടെ ഉറക്കം കെട്ട ഇരവും പകലും എത്രയോ കടന്നുപോയി. പിന്നീട് എപ്പോഴോ ഈ ഭീതിയിൽ നിന്നൊഴിയാൻ തീരുമാനിക്കപ്പെട്ടു. ചങ്ങനാശ്ശേരി പുഴവാതുള്ള കുമാരമംഗലത്തു മനയിലെ മന്ത്രവാദികൾ അതിനായി നിയോഗിക്കപ്പെട്ടു. 8 പിള്ളമാരുടെയും ആത്മാക്കൾക്ക് ശാന്തി ചൊല്ലി ആവാഹിച്ച് ഇവിടെ വേട്ടടിക്കാവിലെ ഈ തറയിൽ കുടിയിരുത്തി. മിക്കവാറും രാജകുടുംബത്തിന് അവരെ കൊണ്ടുള്ള ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ അവരുടെ ഉപദ്രവം സഹിക്കുക വയ്യാതെ രാജകുടുംബത്തിന് വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ട സമയത്താണ് ചങ്ങനാശ്ശേരി പുഴവാത് ഈ മനക്കലെ തിരുമേനി എന്നവിടെ പൂജാരിയായിട്ടിരുന്നതുകൊണ്ട് അദ്ദേഹത്തുമായിട്ട് ആലോചിച്ച് അവരുടെ ആത്മാക്കളെ എവിടെയെങ്കിലും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മാറ്റി എവിടെയെങ്കിലും കുടിയിരുത്തണമെന്ന് പറയുകയും അതനുസരിച്ച് അദ്ദേഹം ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്ത സ്ഥലമാണ് വെട്ടടിക്കാവ്. ആ വെട്ടടിക്കാവ് അന്നേ ഉണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തിന് മുമ്പ് തന്നെ ഈ വെട്ടടിക്കാവ് അമ്പലം ഇവിടെ ഉള്ളതാണ്. അങ്ങനെയാണ് അവരുടെ ആത്മാക്കളെ ആ നമ്പൂതിരി ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തി ആവാഹിച്ച് ഇവിടെ കൊണ്ട് കുടിയിരുത്തി വെട്ടടിക്കാവിൽ ഇരുത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പ്രത്യേകമായിട്ടൊരു 4-5 സെൻറ്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട് അതിനു വേണ്ടി. അവിടെയാണ് മുമ്പിലൊക്കെ തിരിച്ച് അവരുടെ ആത്മാക്കളെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥാപിച്ചിരിക്കുന്നത്. ബന്ധിക്കപ്പെട്ടുവെങ്കിലും 8 പിള്ളമാരുടെയും ആത്മാവിനെ ഇന്നും തിരുവിതാംകൂർ രാജകുടുംബത്തിന് ഭയമാണ്. തിരുവിതാംകൂർ മഹാരാജാവ് ഇതുവഴി വന്നാൽ ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങുകയില്ല എന്നൊരു പറച്ചിലുണ്ട്. ഇറങ്ങിയിട്ടില്ലെന്നാണ് പറയുന്നത്. എനിക്ക് കുറച്ച് പ്രായമുള്ള ആളാണ്, എന്നാലും എൻ്റെ ഓർമ്മയിലും വന്നിട്ടുണ്ട്. 50 രാജപ്രമുഖനായതിനു ശേഷം മറ്റൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് SB കോളേജ് ഒരു ഫംഗ്ഷന് വേണ്ടി വന്നു ചങ്ങനാശ്ശേരിയിൽ. അത് തന്നെ അന്ന് ഈ കടലിലെ മണ്ണൊക്കെ കൊണ്ടുവന്നിരുത്തി ഇതൊക്കെ ഇട്ടാണ് അദ്ദേഹത്തെ നടത്തി അങ്ങോട്ട് കൊണ്ടുപോയെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നിരവധി രാജമുദ്രകളും രാജഭരണത്തിൻ്റെ അവശിഷ്ടങ്ങളും പേർന്ന ചങ്ങനാശ്ശേരിക്ക് ഈ 8 ആത്മാക്കളുടെ തിരുത്തറ അതിലൊന്നു മാത്രം. കഥാപാത്രങ്ങൾ ചരിത്രത്തിൻ്റെ പരിവേഷം പൂശി നിൽക്കുമ്പോൾ കഥാകാരൻ അമരനാകുന്നു.